കാത്തിരിക്കാം. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് അതിന്റെ എല്ലാ സസ്പെൻസിലൂടെ കടന്നു പോകുന്നു എന്ന സാഹചര്യമുണ്ട്. പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് വിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് വ്യക്തത വരുന്നില്ല എന്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 1057 വോട്ടുകളുടെ ലീഡ് കിട്ടിയിരിക്കുന്നു സി കൃഷ്ണകുമാറിന്. ഒന്നാം റൗണ്ടിൽ രണ്ടാം റൗണ്ടാണ് അതിനിർണായകം. അതാണ് ഇടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് കൊടുത്തത്. ഇടയ്ക്ക് ചില ബൂത്തുകളുടെ വിവരങ്ങൾ കിട്ടുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ലീഡ് പിടിച്ചു. 228 അല്ലേ? അതെ, രാഹുൽ 708 വോട്ടുകൾ, 708 വോട്ടുകളുടെ ലീഡ്. മൂന്നാം റൗണ്ടാണ് കിട്ടുന്നു. UDF 5518 വോട്ടുകൾ സമാഹരിക്കുന്നു. BJP 3812, ഇടതുമുന്നണി 2617, ലീഡ് 708 ആയി. അതായത് രണ്ടാം റൗണ്ട് കഴിഞ്ഞു. അതെ, രണ്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ അവിടെ UDF ലീഡ് ചെയ്യുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. ചേലക്കരയിൽ 3781 വോട്ടുകൾ അല്ലെ. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് ഇപ്പോൾ അത്ര കണ്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെ. കൂടി വരേണ്ടി വരും. എന്തായാലും BJP പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന ഒരു സംശയകരമായ സാഹചര്യമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. വരുന്ന റൗണ്ടുകൾ നിർണായകമാണ്. പ്രത്യേകിച്ച് 2-3 റൗണ്ടുകൾ പൂർത്തിയാവണം. 4-5 റൗണ്ടുകളിൽ BJPക്ക് കാര്യമായ പ്രതീക്ഷയില്ല. പക്ഷേ അടുത്ത റൗണ്ടുകൾ വീണ്ടും കനത്ത പ്രതീക്ഷയുള്ള ഇടമാണ്. അങ്ങനെ 7.5 റൗണ്ട് പൂർത്തിയാവുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷം, ഒരു 6000-ലധികം 6000+ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് BJPയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാവുക. എന്നാൽ മാത്രമേ പഞ്ചായത്തുകളിൽ തിരിച്ചടി ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുള്ളൂ. BJPയുടെ വിജയം, അവിടെ അട്ടിമറി വിജയം പാലക്കാട് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കണക്ക് അവിടെ വർക്കൗട്ട് ചെയ്യണം. ആ രീതിയിലാണ് അവരുടെ പ്രതീക്ഷകളും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് നീക്കങ്ങളെന്ന്. പാലക്കാടിന്റെ ചിത്രം എങ്ങനെയാണ്? 1057 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ അവിടെ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ 57,710 പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില ഉയരുന്നു. UR പ്രദീപ് ചേലക്കരയിൽ ലീഡ് നില ഉയർത്തുന്നു. 3781 വോട്ട്. അതായത് പാലക്കാടിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ, ഒരു റൗണ്ട് വേഗത്തിൽ നടക്കുന്നത് ചേലക്കരയിലാണ്. ചേലക്കരയിൽ EVM കൗണ്ടിംഗ് രണ്ടാം റൗണ്ടും പൂർത്തിയായപ്പോഴാണ് 3781 വോട്ടിന്റെ ലീഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പാലക്കാട് അത്രയും ആയിട്ടില്ല. ഒരു റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 1057 വോട്ടുകളുടെ ലീഡ് കിട്ടുന്നത്. ഇടയ്ക്ക് വെച്ച് ഓരോ ബൂത്തുകൾ എണ്ണുമ്പോഴുള്ള ലീഡ് നില വരുന്നുണ്ട്. അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് ചേർക്കുന്നുമുണ്ട്. പക്ഷെ ടാബുലേറ്റ് ചെയ്ത് വരുമ്പോഴുള്ള കണക്കാണ് 1057 വോട്ടുകളുടെ ലീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാം റൗണ്ട് കഴിയുമ്പോൾ പാലക്കാട് 1057 വോട്ടുകളുടെ ലീഡ് സി കൃഷ്ണകുമാറിനുണ്ട്. ഇതാണ് പാലക്കാട് അപ്ഡേറ്റ്. ചേലക്കരയിൽ 2 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ 3781 വോട്ടുകളുടെ ലീഡ് UR പ്രദീപിനുമുണ്ട്. അതാണ് ചിത്രം. ചേലക്കരയിൽ വരവൂർ, ദേശമംഗലം പഞ്ചായത്തുകൾ പൂർണ്ണമായും കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലമാണ് വരുന്നത്. രണ്ടും പൂർണ്ണമായും ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ്. ഇനി വരാനിരിക്കുന്ന 2 പഞ്ചായത്തും അടുത്ത 3 റൗണ്ടുകളും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വള്ളത്തോൾ നഗറിലെ 18 ബൂത്തുകൾ കൗണ്ട് ചെയ്യണം. ഒപ്പം പാഞ്ഞാൾ പഞ്ചായത്തിലും കൗണ്ടിംഗ് ഉണ്ട്. 19 ബൂത്തുകളുണ്ട്. ഈ 2 പഞ്ചായത്തുകൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ ശക്തി മേഖലകളാണ്. അതുകൊണ്ട് ഈ 2 ഇടങ്ങളിലും ഇനി വരാൻ ചേലക്കര നിർണായകമാണ്. ചേലക്കര പഞ്ചായത്ത് വലിയ പഞ്ചായത്തുമാണ്. അത് മാത്രമല്ല അവിടെ UDFന് പ്രതികൂല കാലാവസ്ഥയിൽ പോലും അവിടെ UDFന് ലീഡ് കിട്ടുന്നതാണ്. അതാണ് രമ്യ ഹരിദാസിന്റെ പ്രതീക്ഷയും. അപ്പോൾ ഈ ലീഡ് മതിയോ UR പ്രദീപിനെ എന്നുള്ളതാണ് അല്ലേ? അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നമ്മൾ പാലക്കാടിന്റെ രാഷ്ട്രീയം പറയുന്നത് പോലെ ചേലക്കരയും ഇടയ്ക്കൊളിപ്പിച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. ചേലക്കര പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ലീഡ് നിലയിൽ വലിയ മാറ്റം ഉണ്ടാകാം. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന മേധാവിത്വം, ഇപ്പോൾ കാണുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം തന്നെയാണോ ഇങ്ങനെ സ്കെയിലിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല.